പോലീസിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അവസാനം യഥാർത്ഥത്തിൽ അവർ ചെന്നുപെടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം പോലീസിനൊന്നും ചെയ്യാൻ കഴിയും. പിന്നെ പോലീസ് സംവിധാനം എന്തിനാണ് കേരളത്തിൽ ഇത്ര കാര്യങ്ങൾ അറിയില്ല? പോലീസ് സ്റ്റേഷൻ തന്നെ മാറിപ്പോയോ? എൻ്റെ പോലീസ് സ്റ്റേഷൻ നാട് വിട്ടു പോയോ? പോലീസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അല്ലല്ലോ. അതിനൊരു ട്രഡീഷൻ ഉണ്ട്, അവിടെ ഇൻഫർമേഷൻ ഉണ്ട്, ഇന്റലിജൻസ് ഗാദറിംഗ് സംവിധാനം ഉണ്ട്. അതൊരു കണ്ടിന്യൂറ്റിയാണ്. അതിനകത്തുള്ള ആളുകൾക്ക് അറിയാം, ഈ കക്ഷിയെക്കുറിച്ച് അറിയാം, ഇയാളുടെ ഹിസ്റ്ററി അറിയാം. ആ കാര്യങ്ങളെക്കുറിച്ച് നാട്ടുകാരുടെ പരാതിയുണ്ട്. നടപടി എടുത്തില്ല എന്നുള്ള പ്രശ്നം. നടപടി എടുത്തില്ല എന്നുള്ളതിന് പകരം, അത് അംഗീകരിക്കുന്നതിന് പകരം ഇങ്ങനെ ഈ കാടും വീടും ഒക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ബീറ്റിംഗ് ദ ബുഷ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയും. ഏതാണ്ട് ആ തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ഇത്. മുഖ്യമന്ത്രി അസംബ്ലിയിലും പറയുന്നു, നാട്ടിലിറങ്ങിയിട്ട് പാർട്ടിക്കാർ ഇങ്ങനെയും പറയുന്നു. പക്ഷെ ഇതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല കേട്ടോ. കാരണം വളരെ കൃത്യമായിട്ട് വളരെ വളരെ കാണാവുന്നൊരു കാര്യം, വളരെ മോശമായ തരത്തിലാണ് കേരളത്തിലെ പോലീസ് ഭരണം ഇന്ന് പോകുന്നത്. ഒരു തരത്തിലുള്ള വ്യവസ്ഥയും വെള്ളിയാഴ്ച ഈ നാട്ടിലില്ല. ആളുകൾക്ക് ഒരു വലിയ അരക്ഷിതാവസ്ഥ വന്നിട്ടുണ്ട്. അത് ആളുകൾ പരസ്യമായിട്ട് പറയുന്നുണ്ട്, പാർട്ടിക്കാരും പറയുന്നുണ്ട്, സമ്മേളനങ്ങളും പറയുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് സമ്മേളനത്തെ പറ്റിയുള്ള ശ്രീ അനിൽകുമാറിന്റെ പ്രതികരണം കേട്ടിരുന്നല്ലോ. വിമർശനം ഉയരുക എന്ന് പറയുന്നത് പാർട്ടിക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്നതാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയമായ പക്ഷപാതം ഇല്ലാതെ സമ്മേളനങ്ങളിൽ ഇപ്പൊ ഇതില്ലെങ്കിലും പാർട്ടി സമ്മേളനങ്ങളിൽ നാട്ടുകാരുടെ വിഷയവും ചർച്ച ചെയ്യാറുണ്ട്. പാർട്ടിക്കാർക്ക് നീതി കിട്ടുന്നില്ല എന്ന് മാത്രമൊന്നുമല്ല നാട്ടുകാർ സംസാരിക്കുന്നത്. പാർട്ടിയിലുള്ള ആളുകളിൽ വളരെ ശക്തമായിട്ട് ജനങ്ങളുടെ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഈ നാട്ടിലെ പോലീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നാട്ടിലെ പോലീസിന്റെ പ്രവർത്തനങ്ങളിലെ തെറ്റുകളെക്കുറിച്ച് വളരെ ശക്തമായ വിമർശനമുണ്ട്.